വെൽക്കം ബാക്ക് ടു ഡ്രീം ഡിവിഷൻ ചാനൽ. സുരേഷ് ക്ഷേത്രമാണ്. നമുക്കൊരു കുഞ്ഞു യാത്ര പോയാലോ? കൊല്ലത്തിന്റെ അടിപൊളി കാഴ്ചകളാണ് നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നത്. ആരും കാണാത്ത സ്ഥലത്തേക്കൊന്നും അല്ല പോകുന്നത്, അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ്. അതായത് കഴുതിരുട്ടിയിൽ നിന്നും ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനോഹരമായ അമ്പനാട് ഹിൽസിലെത്താം. കൊല്ലത്ത് കിഴക്കൻ ഭാഗത്തുള്ള പുനലൂർ താലൂക്കിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് ഈ അമ്പനാട്. അതായത് കൊല്ലം ജില്ലയുടെ മിനി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത്. തേയില ഓറഞ്ച് തോട്ടങ്ങളിൽ ഒന്നും കൂടിയാണ്. അപ്പോൾ കഴുതിരുട്ടിയിൽ നിന്നും 15 കിലോമീറ്റർ യാത്രയുള്ളൂ. ഫോറസ്റ്റ് റേഞ്ചിൽ കൂടിയുള്ള യാത്രയാണ്. വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് നല്ല ആസ്വദിച്ച് പോകാം. ഇപ്പോൾ ജനുവരി മാസമാണ്, മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന യാത്രയാണ്. അപ്പോൾ ഹാരിസൺ പ്ലാന്റേഷൻ ലിമിറ്റഡിന്റെ പാതയിൽ കൂടി പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാം. പൈനാപ്പിളൊക്കെ വിളഞ്ഞ് പഴുത്ത് കിടക്കുന്നതും, അപ്പോൾ റബ്ബർ എസ്റ്റേറ്റിന്റെ കാഴ്ചകളും മറ്റു കൃഷികളും നല്ല തണുത്ത കാറ്റും ഒക്കെ ഏറ്റ് ലയങ്ങളൊക്കെ കണ്ട് നാട്ടുകാരുമായി സംസാരിച്ച് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അമ്പനാട് കുന്നുകളുടെ തേയിലത്തോട്ടവും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥലവും ഒക്കെ ഒന്ന് കണ്ടുപോകാം. അറിവുള്ളവർ പറയുന്ന കാര്യങ്ങളും പഴയ ആൾക്കാർ പറയുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കാനും പറ്റും. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്. ഏതായാലും നമ്മുടെ മനോഹരമായ കൊല്ലത്തിന്റെ വീണ്ടും ഒരു യാത്രാ കാഴ്ചകളാണ്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ വലിയ കാഴ്ചകളും ഒക്കെ തരികയാണ്. അതായത് നമുക്ക് അടുത്ത് രാജാച്ചേട്ടനുണ്ട്. രാജാച്ചേട്ടനോട് ചോദിച്ചു നോക്കാം. അവിടെ ജോലി ഉണ്ടായിരുന്ന ആളാണ്. ചേട്ടൻ പറഞ്ഞു തരും എന്തൊക്കെയാണ് അമ്പനാട് ഹിൽസിലെ പ്രത്യേകതകളെന്ന്. എന്റെ പേര് രാജ. ഞാൻ ജനിച്ചത് വളർന്നത് പഠിച്ചത് 6ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പിന്നെ തമിഴ്നാട്ടിലായിരുന്നു പഠിത്തം 10ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ കമ്പനി തന്നെ ജോലി ചെയ്ത് റിട്ടയർഡായി. HML ഹാരിസൺ മലയാളം ലിമിറ്റഡ് ജോലി ചെയ്ത് റിട്ടയർഡായി. ടാപ്പിംഗ് ആയിരുന്നു ജോലി. വനപ്രദേശം ഉണ്ട്, നല്ല വനപ്രദേശവും നല്ല ഐശ്വര്യവുമായിരുന്നു. മൃഗങ്ങളൊക്കെ ശരിക്കും ഇറങ്ങുമായിരുന്നില്ല, അന്നില്ല ഇത്രയും സഞ്ചി ഇല്ല. ഈ എന്തോ ഒരു ഓർഡർ ഇട്ടില്ലേ മൃഗങ്ങളെ, പിന്നെ കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ ഓർഡർ ഉണ്ടായിരുന്നല്ലോ. മൃഗന്റെ കോട്ടയാ. പിന്നെ എന്തെങ്കിലും ജോലി ഇങ്ങനെ കിട്ടുന്നത് പോയി ചെയ്യും. ജോലി ചെയ്യുന്നുണ്ട്, കൈക്കാശ് ഡെയിലി വേജസിന്. എങ്ങനെയാ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാനായിട്ട്? ഇഷ്ടംപോലെ അമ്പനാട് പിന്നെ മാമ്പഴത്തറ ഈ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാമെന്ന്. ഇവിടുത്തെ പ്രത്യേകത ഹിൽ ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പനാട്. അവിടെ റബ്ബർ, തേയില, പിന്നെ തെങ്ങ്, ഏലം, ഗ്രാമ്പു, പിന്നെ പേരയ്ക്ക, ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കാണാൻ. ടീ എസ്റ്റേറ്റ്, ടീ ഫാക്ടറി അവിടെ ഉണ്ട്, കാണാൻ ഭംഗിയാ. അല്ല അത് പിന്നെ സ്വാമിയുടെ എസ്റ്റേറ്റ്, TRNT എന്ന് പറയും. അവരുടെ എസ്റ്റേറ്റാണ്. അവിടെ ചെല്ലാം. പിന്നെ കയറി ചെല്ലുമ്പോൾ അവിടെ ഗേറ്റ് ചെല്ലുമ്പോൾ അവിടെ ആളുണ്ട്. അവിടെ ഗേറ്റ് പാസ് എടുക്കണം. പാസ് എടുത്താൽ കയറ്റി വിടും. ചെന്ന് ഭംഗിയായിട്ട് കണ്ട് രസിച്ചിങ്ങ് വരാം. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത്, പിന്നെ പോസ്റ്റുകാർ അത് സ്റ്റേ ചെയ്ത് വെച്ച്, അതുകൊണ്ട് ഇപ്പം അവിടോട്ട് ആളിനെ കയറ്റി വരത്തില്ല. ആനശല്യം ഉണ്ട്. അവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട്, ഇല്ലാത്ത മൃഗങ്ങളും ആണ്. അടിപൊളിയാ കാണാൻ. പിന്നെ ശനി ഞായർ ദിവസം ലീവുള്ള ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കാണാനും എടുക്കാനും ഇഷ്ടം പോലെ. ഇവിടെ തന്നെ വേണ്ട കുളിക്കാൻ വേണ്ട ഇറങ്ങി വരുന്നത് കണ്ടില്ലേ? അങ്ങനെ ഐശ്വര്യമുള്ള സ്ഥലങ്ങളാണ്. വേനൽക്കാലം ആകുമ്പോൾ ഇനി ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേ ഉള്ളൂ ഇച്ചിരി വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. നല്ല മഞ്ഞ് അത് രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടുത്തെ മഞ്ഞ് നല്ല മഞ്ഞാണ്. എന്നാൽ ഇതൊക്കെ പതിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഇവിടെ അത് ഷോ കാണുന്നില്ലെന്നേ ഉള്ളൂ. പുറത്തെടുക്കാം അല്ലേ? പിന്നെ 92-ലൊക്കെ പരിക്കകത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. നൂലിടയിൽ രക്ഷപ്പെട്ടു പോയി. ഞാൻ കിടക്കുന്ന ഈ അടിച്ചോണ്ട് വന്ന മറവാ അത്. ഞാൻ ഇവിടെ നിന്നായിരുന്നു. 500 ഒന്നല്ല, അതിൽ കൂടുതൽ വരും. പിന്നെ നേരത്തെ അമ്പനാടിനെ പറ്റി കുറച്ച് അറിയാവുന്ന ആൾക്കാർ മാത്രമേ വരുമായിരുന്നു. ഇഷ്ടംപോലെ. അമ്പനാട് എസ്റ്റേറ്റിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി കാഴ്ചകളുണ്ട്. നല്ല തെളിനീരൊഴുകുന്ന അരുവികൾ വനത്തിന്റെ ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചിങ്ങനെ വരുന്നുണ്ട്. വെള്ളാരം കല്ലുകളിൽ കൂടി ഒഴുകി വരുന്ന എന്ത് സുഖമുള്ള വെള്ളം, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ വന്നിങ്ങനെ കണ്ടില്ലേ, ഫോട്ടോയൊക്കെ എടുത്തിങ്ങനെ പോവുകയാണ്. തൊട്ടടുത്തുള്ള ലയങ്ങളിലേക്ക് ഉള്ള കാഴ്ചകളും നല്ലതാണ്. നല്ല തണുത്തുറഞ്ഞൊരു അന്തരീക്ഷമാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ എസ്റ്റേറ്റിലെ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പാലും മറ്റുമൊക്കെ ശേഖരിച്ചുകൊണ്ട് ട്രാക്ടറുകളൊക്കെ നമുക്ക് കാണാം. അപ്പം ജില്ലയിലെ ഏക തേയിലത്തോട്ടം കൂടിയാണ് നമ്മൾ എത്താൻ പോകുന്നത്. അതുപോലെ തോട്ടവും എസ്റ്റേറ്റും ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാണ് നിയന്ത്രിക്കുന്നത്. ഇന്ത്യയിലെ ക്ലോവ് ബെൽറ്റിൽ, അതായത് കൊല്ലം നാഗർകോവിൽ സ്ഥിതി ചെയ്യുന്ന ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥ അവകാശം അവർക്കാണ്. അപ്പോൾ ഏറ്റവും വലിയ ഗ്രാമ്പു എസ്റ്റേറ്റുകളിൽ ഒന്നാണ് അമ്പനാട് എസ്റ്റേറ്റ്. 1800-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി
ഗ്രാമ്പു കൊണ്ടുവന്ന രാജ്യത്തെ ആദ്യ സ്ഥലങ്ങളിൽ ഒന്നാണിത്. വിളവെടുപ്പിന് വിദഗ്ധ തൊഴിലാളികളൊക്കെ ആവശ്യമുണ്ടതിനാൽ എല്ലാ വർഷവും തമിഴ്നാട്ടിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾ വന്ന് ഗ്രാമ്പു വിളവെടുപ്പിനായി എസ്റ്റേറ്റിൽ ഏകദേശം 1.5 മാസത്തോളം താമസിക്കുകയും ചെയ്തത്. ഇവിടെ തമിഴ്നാട്ടിലെ ജോലിക്കാരാണ്, തമിഴരാണ് ഇവിടുത്തെ ലേഖങ്ങളിൽ താമസിക്കുന്നത്. റിട്ടയർമെന്റ് ആയവരുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത ജോലിക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ജോലിക്കാർ ഉള്ള ഒരു സ്ഥലമാണ് ഈ അമ്പനാട് ഹിൽസിലെ എസ്റ്റേറ്റുകൾ. അതായത് പൈനാപ്പിൾ തോട്ടവും അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റബ്ബർ എസ്റ്റേറ്റുകളും വന്യമൃഗങ്ങളെയൊക്കെ കാണാം കേട്ടോ. ആര്യങ്കാവ് പരിധിയിൽ വരുന്ന ഒരു ഭാഗവും ഒക്കെയാണ്. അതോ ഐരൺ ഫാക്ടറി, ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ ഫാക്ടറിയാണ്. ഇതാണ് റബ്ബർ സംസ്കരണ ഫാക്ടറി എന്ന് പറയുന്നത്. ബെഡുകളാക്കി റബ്ബർ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്, അപ്പൊ റബ്ബർ ഷീറ്റ് അല്ല. അപ്പൊ നമ്മൾ ഈ നെടുമ്പാറ റബ്ബർ ഫാക്ടറിയുടെ അടുത്ത് നിന്നും ഇടത്തോട് തിരിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ചാലിയക്കരയ്ക്കാണ്. അപ്പോൾ അച്ചൻകോവിൽ ചെല്ലുന്ന റൂട്ടാണ് ചാലിയക്കര, കുറവന്താവളം, മാമ്പഴത്തറ, അങ്ങനെ നല്ല മനോഹരമായ സ്ഥലങ്ങളെ കണ്ട് യാത്രയെ വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് പോകുന്നത്. ആ നെടുമ്പാറ ഒരു കേരള സംസ്ഥാന പൊതുവിതരണ കേന്ദ്രമുണ്ട്. ഇവിടുത്തെ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്ന ഏക റേഷൻ കടയാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 125 വർഷം പഴക്കമുള്ള ഒരു പാറ കൊണ്ടുണ്ടാക്കിയ കെട്ടിടത്തിലാണ് ഈ പൊതുവിതരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും വനപ്രദേശമാണ്, വന്യമൃഗങ്ങളൊക്കെ രാത്രിയായാൽ വിഹരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തെങ്കിലും ഭയങ്കര വൈബായിട്ടുള്ള കാഴ്ചകൾ തന്നെ. അതുപോലെ തന്നെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കുവാനും ഓർമ്മ വയ്ക്കുവാനും, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ കാലത്തെ പല ശേഷിപ്പുകളും ഇപ്പോഴും ഉണ്ട്. ലയങ്ങളെല്ലാം ആ കാലഘട്ടത്തെയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല പള്ളികളൊക്കെ ഉണ്ട്. 1905 മൗണ്ട് കാർമൽ ചർച്ചാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള തോട്ടം എടുത്തപ്പോൾ ഉള്ള ചർച്ച്. അപ്പോൾ സെന്റ് പോൾസ് ചർച്ച് അമ്പനാട്. ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ രസമാണ് ഈ ഭാഗമൊക്കെ തന്നെ. കാരണം ഒരു ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്കൊക്കെ യാത്ര ചെയ്ത് സുഖമായിട്ട് വരാം. കുറച്ച് നേരത്തെ പോകണം, നേരത്തെ വരണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം രാത്രി സന്ധ്യ സമയങ്ങളിലൊക്കെ വന്യജീവി ശല്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ മനോഹരമായ ഒരു പശ്ചാത്തലം തന്നെയാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കൊല്ലത്തിന്റെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വനപ്രദേശങ്ങൾക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വരുന്ന ഒരു ഭാഗമാണ്. അവിടുത്തെ ഒരു വെയിറ്റ് ഷെഡ് ആണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ അമ്പനാടിലേക്ക് KSRTC ബസ് ഉണ്ട്. പക്ഷെ നമ്മൾ വരുന്ന സമയത്ത് ബസ്സിനെയൊന്നും കണ്ടില്ല. കണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഷൂട്ടൊക്കെ ചെയ്ത് കാണിക്കാമായിരുന്നു. പക്ഷേ ദൂരെയുള്ള മലനിരകളും കോടമഞ്ഞും അതുപോലെ തന്നെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബറുകളും പൈനാപ്പിൾ കൃഷിയും പഴുത്ത് കിടക്കുന്ന പൈനാപ്പിളും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ എസ്റ്റേറ്റ് ഏരിയത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, കൈതയുടെ തൈകൾ നടാൻ കൊണ്ടുപോകുന്ന അവരുടെ ഒരു ഓഫീസ് സെക്ഷനാണ് ഈ താഴെ കാണുന്നത്. ഇതും ഒരു ജംഗ്ഷനാണ്. കൊച്ചു കൊച്ചു അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കെല്ലാം കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഒന്ന് കുളിക്കണമെങ്കിൽ കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ആ അമ്പനാട് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയുടെ മിനി മൂന്നാർ തന്നെയാണ്. ഒത്തിരി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൊച്ചു പള്ളികള് അതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാം കറുപ്പസ്വാമി ശിവക്ഷേത്രം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. കാരണം തമിഴർക്ക് ഈ ആരാധനയൊക്കെ ഇങ്ങനെയുള്ള കറുപ്പസ്വാമി, അങ്ങനെയുള്ള അയ്യപ്പനൊക്കെയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ്. തമിഴ് വംശജരാണ് ഇവിടെയൊക്കെ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന അവരുടെ ലയങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ട് വന്നത്. ഏതായാലും വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ കോടമഞ്ഞിറങ്ങി വരുന്ന നമ്മുടെ കൊല്ലത്തിന്റെ മിനി മൂന്നാറിന്റെ കാഴ്ച മനോഹരമാണ്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ ഒരു ചെറിയ ട്രിപ്പ് രാവിലെ പോയി വൈകുന്നേരം വരെ കറങ്ങാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിങ്ങൾ അത്യാവശ്യം ഫുഡൊക്കെ കൊണ്ടുപോയേ പറ്റൂ. അത് അവിടെ ഫുഡൊന്നും കിട്ടുന്ന കടകളൊന്നുമില്ല. വനപ്രദേശമാണ്, അല്ലെങ്കിൽ എസ്റ്റേറ്റ് ലൈനിലേക്ക് അവിടെ ടീ എസ്റ്റേറ്റിലേക്ക് ചെന്ന് കയറി കാണാനുള്ള സംവിധാനമുണ്ട്. കുട്ടികൾക്ക് തേയിലത്തോട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം. അതുപോലെ തന്നെ തേയില പ്രോസസ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ ഉണ്ട്. പാസ് എടുത്ത് കയറണമെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ല ഒരു കാഴ്ചയും അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ വീട്ടിലൊക്കെ അവധി ദിവസങ്ങളൊക്കെ ഇരുന്ന് വെറുതെ സീരിയലും വാർത്തകളൊക്കെ കാണാതെ ഇതുപോലെ നമ്മുടെ കൊല്ലത്തുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങണം. വലിയ ചെലവില്ലാതെ നമുക്ക് കുട്ടികളുമായിട്ടൊക്കെ കറങ്ങി യാത്ര ചെയ്ത് അവർക്കും ഒരു എൻജോയ്മെന്റ് ആവും. നല്ല വായു ഒക്കെ ശ്വസിച്ച് പോകാൻ പറ്റും. കാഴ്ചകളും കാണാം. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യാം. ഏതായാലും നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഇത് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മൾ സിൽവർ ബട്ടണിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങൾ അമ്പനാട് ഹിൽസിലേക്കുള്ള കാഴ്ചയുടെ ഒരു ആദ്യത്തെ എപ്പിസോഡാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്കായിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് പിന്നാലെ വരും തേയിലത്തോട്ടത്തിന്റെയും തേയിലക്കാഴ്ചകളും ഒക്കെ കാണാം. ഓക്കെ, ബൈ ബൈ.